ഇങ്ങനെ ഒരു നിയമ ഭേദഗതി ആവശ്യമായി വരുന്ന സാഹചര്യം എന്താണ്? ഇത് വളരെ അനിവാര്യമായ ഒരു നിയമ ഭേദഗതിയാണോ? ആ, തീർച്ചയായും. കാരണം നിയമങ്ങളുടെ കാര്യത്തിൽ എടുത്താല് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയത്തിന് ശേഷം ദീർഘകാലം ഒരു നിയമം നടപ്പിലാക്കുന്ന സമയത്ത് നേരിടുന്ന പുതിയ പ്രശ്നങ്ങളുണ്ട്, പുതുതായിട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ശരിയായ തോതിൽ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പഴയ നിയമത്തിന് സാധ്യമാവുണ്ടാവില്ല. അതിൽ ഭേദഗതികൾ വരുത്തേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു മാറ്റം അതിന്റെ ഒരു കാതലായിട്ടുള്ള മാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ വളരെ മിനിമൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്ന് ആർക്കൊക്കെ അറസ്റ്റ് ചെയ്യാം, ഒരു ഒഫൻസ് നടന്നാൽ ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്യുക എന്നുള്ള സ്കോപ്പ് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ആരാണ്, അതിന്റെ ഡെഫിനിഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം പുഴകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് കാടിനകത്ത് ഒഴുകുന്ന പുഴ മാത്രമല്ല, കാട്ടിലേക്ക് വന്നു ചേരുന്ന പുഴകളിലെ കാര്യം കൂടി ഫോറസ്റ്റ് ഓഫീസേഴ്സിന് നോക്കാം എന്നുള്ള മൂന്നാമത്തെ ഒരു കാര്യം. മറ്റൊന്ന്, വിവിധ തട്ടുകളിലായിട്ട് പെനാൽറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പെനാൽറ്റി ഒക്കെ വളരെ ചെറിയ പെനാൽറ്റി ആയിരുന്നു നേരത്തെ. ഇന്നിപ്പോ സാഹചര്യം അനുസരിച്ച് സ്വാഭാവികമായിട്ട് പെനാൽറ്റി വർദ്ധിപ്പിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഒഫൻസ് നടത്തി കഴിഞ്ഞാൽ ചെറിയ 1000 രൂപ കൊടുത്തിട്ട് രക്ഷപ്പെട്ടു പോകാമെങ്കിൽ അത് സത്യത്തിൽ ആ പെനാൽറ്റി ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ്. ചെറിയ പൈസയേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും പെനാൽറ്റി ഒരു ഒരു അവരെ അതിനോട് തടയുന്ന ഒരു ഫാക്ടർ ആവണമെന്നുണ്ടെങ്കിൽ പുതിയ കാലം അനുസരിച്ചിട്ട് പെനാൽറ്റി മാറേണ്ട ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള വളരെ മിനിമൽ ചേഞ്ചസേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ആവശ്യമുള്ള മാറ്റങ്ങളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.